ഹായ്, നീൽസ് അക്കാദമിയുടെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിക്കുന്നത്. ഉത്തരപർവ്വതനിര അഥവാ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, ഉത്തരപർവ്വതനിര എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. ഇപ്പൊ LSTSന്റെ പേപ്പർ 1ലും ഇത് വരുന്നുണ്ട്. അതുപോലെ LDയുടെ സിലബസിലും നമുക്കറിയാം ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ആദ്യം എന്താണ് ഉത്തരപർവ്വതനിര എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തരപർവ്വതനിരകൾ എന്ന് പറയുന്നത്. ശരിക്കും പ്രാദേശികമായിട്ടും അല്ലാതെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രത്തോളം പ്രത്യേകതകൾ വരുന്നതെന്ന് വെച്ചാല് നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയെ വൈദേശിക ആക്രമണത്തിൽ നിന്ന്, അതായത് ഫോറിനേഴ്സിന്റെ അറ്റാക്കിൽ നിന്ന് സംരക്ഷിച്ചു പോരുന്നത് നമ്മുടെ ഈ പർവ്വതനിരകളാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ മൺസൂൺ കാറ്റുകൾ നമുക്കറിയാം, ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിൽ നിന്നൊക്കെ നമുക്കറിയാം കാറ്റുകൾ ഉണ്ടാവുന്നത്. ഈ മൺസൂൺ കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിന്റെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആ കാറ്റുകളെ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ തടഞ്ഞു നിർത്തിയിട്ട്, ഈ ഉത്തരപർവ്വത നിരയാണ് തടഞ്ഞു നിർത്തുന്നത്. എന്നിട്ട് മഴ പെയ്യിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതും ഉത്തരപർവ്വത നിരയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ. പിന്നെ വടക്ക് നിന്ന് വീശുന്ന ശീതക്കാറ്റുണ്ടല്ലോ, ഈ ശീതക്കാറ്റിനെ ശൈത്യകാലത്ത് ഇന്ത്യയിലേക്ക് കടത്താതെ തടഞ്ഞു നിർത്തുന്നതും ഉത്തരപർവ്വത നിരയാണ്. വേറെന്തൊക്കെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഉത്തരപർവ്വത നിരയുടെ? നമ്മുടെ ഒരുപാട് നദികളുണ്ട്. അതായത് സിന്ധു, അതുപോലെ സത്ലജ്, സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള സത്ലജ്, പിന്നെ ബ്രഹ്മപുത്ര, ഇതൊക്കെ ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള സസ്യജാലങ്ങള് ഉത്തരപർവ്വത നിരയിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ ഉത്തരപർവ്വത നിരയ്ക്ക്. ഇനി അത് പറയണ്ടല്ലോ, ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിനൊക്കെ ആണെങ്കിൽ, അതുപോലെ ഡിഗ്രി മെയിൻസിലൊക്കെ ഈ ഉത്തരപർവ്വത നിരയെ നമുക്ക് 3 കാര്യങ്ങളുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്, നമ്മുടെ LDCക്കൊക്കെ ആവശ്യമുള്ളത്, നമ്മുടെ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഉത്തരപർവ്വതനിരയിലെ ഓരോ പർവ്വതനിരകളും സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ചിട്ട് 3 വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് SCERT ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ ഡിഗ്രി എക്സാംസിനൊക്കെ, ഡിഗ്രി ലെവൽ PSCക്കൊക്കെ അതിൽ കൂടുതൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഓൺ ബേസിസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ്, അതായത് ഉത്തരപർവ്വത നിരയിൽ ഒരുപാട് പർവ്വത നിരകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത നിരയെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാചൽ എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് റിവേഴ്സ് ക്രോസ് ചെയ്യുന്ന ഇതിന്റെ ബേസിൽ, അതായത് ഹിമാലയത്തിനെ നദികൾ മുറിച്ചു കടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് എങ്ങനെയാണ്? റീജിയണൽ ക്ലാസിഫിക്കേഷൻ, അതായത് പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഒരു റീജിയൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതാണ് റീജിയണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതല്ല, ഇതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോക്കട്ടെ. നിങ്ങൾക്ക് ഇന്ത്യൻ ഭൂപ്രകൃതിയില് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഭൂവിഭാഗത്തെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നറിയോ? അതായത് NCERT ടെക്സ്റ്റ്, 9ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് പ്രകാരം 6 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? ഉത്തരപർവ്വതനിര, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നീട് ഏതൊക്കെയാണ്? തീരദേശങ്ങള്, ദ്വീപുകള്, പിന്നെയോ മരുഭൂമികള്. പക്ഷെ ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ SCERT-യിൽ കൊടുത്തിട്ടില്ല, അത് കൂടെ ഓർക്കണം. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവർ എന്ത് ചെയ്യണം? അത് ശരിക്ക് NCERT ടെക്സ്റ്റ് കൂടെ വായിച്ചിട്ട് വേണം പോവാൻ. നമ്മുടെ +1 +2 NCERT-യിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉത്തരപർവ്വത മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ പറയും. അതിനുശേഷം മൗണ്ടൻ റേഞ്ചസ്, അതായത് അതിലുള്ള പർവ്വതങ്ങൾ SCERT ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ അതിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ ബേസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ 3ആയിട്ട് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാചൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ, അതിൽ ഓരോന്നും പഠിക്കും. പിന്നീട് നമ്മൾ റിവേഴ്സ് ക്രോസ് ചെയ്യുന്നതിന്റെ ബേസിൽ ഹിമാലയത്തിനെ ക്ലാസിഫൈ ചെയ്തത് പഠിക്കും. പിന്നീടോ പ്രാദേശികമായിട്ടുള്ള ക്ലാസിഫിക്കേഷനും പഠിക്കും.
ഓക്കെ അല്ലേ? ഇങ്ങനെ 3 ക്ലാസ്സുകളിലായിട്ടാണ് ഞാൻ ഉത്തരപർവ്വതനിര എടുത്തു തരാൻ ഉദ്ദേശിക്കുന്നത് ട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പർവ്വതനിരകളുടെ അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതിലേക്ക് ഒന്ന് പോവാം. ആദ്യം തന്നെ ഉള്ളത് ഒന്നാമതായിട്ട് ഏത് വിഭാഗമാണ്? ട്രാൻസ് ഹിമാലയൻ നിരകളാണ്. ഈ ട്രാൻസ് ഹിമാലയൻ നിരകളിൽ 3 പർവ്വത നിരകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, അതുപോലെ തന്നെ സസ്കർ നിരകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഹിമാലയത്തിലാണെങ്കിലോ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പൂർവാഞ്ചലില് അഥവാ ഈസ്റ്റേൺ ഹിൽസിൽ ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെയാ ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നാഗ ഹിൽസ്, കാസി ഖാരോ ജയന്തിയ ഹിൽസ്, മീസോ അഥവാ ലൂഷായ് ഹിൽസ്, അങ്ങനെ ഒരുപാട് ഈസ്റ്റേൺ ഹിൽസ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ ആദ്യം എന്താ പഠിക്കുന്നത്? ആദ്യം നമുക്ക് എന്ത് പറയാം? ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറയാം. അതാ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ച് പറയാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് വരുന്നത്. എങ്ങനെയാ വരുന്നത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ, അതായത് നോർത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് വരെയാണ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഉത്തരപർവ്വത നിര എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 11 സംസ്ഥാനത്തിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയും ഈ ഉത്തരപർവ്വത നിര കടന്നു പോകുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് 11 സംസ്ഥാനങ്ങള്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, ലഡാക്ക് ആൻഡ് ജമ്മു. ഈ ലഡാക്കും ജമ്മുവും കേന്ദ്രഭരണ പ്രദേശമാണ് ട്ടോ. ഇനി നമ്മളിവിടെ ഇന്ത്യന്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ആണ് എനിക്കറിയില്ല. സൂം ചെയ്ത് വന്നപ്പോ ഇതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യന്റെ മുകളില് നമുക്കറിയാം പാമിർ നോട്ട് ഉണ്ട്. അതായത് ലോകത്തിന്റെ മേൽക്കൂര എന്ന് പറയുന്ന ഒരു ഇതാണ് പാമിർ നോട്ട് എന്ന് പറയുന്നത്. ലോകത്തിന്റെ മേൽക്കൂര ഏതാണ്? പാമിർ നോട്ട്. ഈ ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് നമ്മുടെ ലോകത്തിന്റെ മേൽക്കൂര ആയിട്ടുള്ള പാമിർ നോട്ട് ഉണ്ട്. ഈ പാമിർ നോട്ടിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ പാമിർ നോട്ടിൽ നിന്നാണ് നമ്മുടെ കാരക്കോറം, ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം റേഞ്ച് ഉത്ഭവിക്കുന്നത് ട്ടോ. അതിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മള് ഈ കാരക്കോറം റേഞ്ചിന്റെ ഉത്ഭവം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ട്രാൻസ് ഹിമാലയത്തേക്ക് തന്നെ പോവാം. ട്രാൻസ് ഹിമാലയൻ റേഞ്ചിലേക്ക് പോവാം. ട്രാൻസ് ഹിമാലയത്തില് നമുക്കറിയാം നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളായുള്ള ലഡാക്ക്, ഹിമാലയ നിരകൾ ഉള്ളത്. നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ചു കാണിക്കാം. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോ ഇന്ത്യയുടെ മാപ്പ് ശരിക്കൊന്നും അല്ലാട്ടോ. ഇന്ത്യയുടെ മാപ്പിൽ വരക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയുടെ ഇവിടെ ഒരു കെട്ടുണ്ട്. ഈ കെട്ടാണ് പാമിർ നോട്ട് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നീട് വെസ്റ്റിലേക്കും എക്സ്റ്റൻഷൻ ഉണ്ട്, സൗത്തിലേക്കും എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ഈസ്റ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് ടിബറ്റിലേക്ക് അഥവാ ചൈനയിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കുൻലൂൺ എന്ന് പറയുന്ന പർവ്വതനിര. ലോകത്തിന്റെ മേൽക്കൂരയാണ് പാമിർ നോട്ട് എന്ന് പറയുന്നത്. ഈ പാമിർ നോട്ടിന് ഈസ്റ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ എന്താണ്? കുൻലൂൺ മൗണ്ടെയ്ൻസ്, അതായത് ചൈനയുടെ ഭാഗത്ത്
ഭാഗത്തേക്ക്. പിന്നീട് വെസ്റ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഭാഗത്തേക്കൊക്കെയുള്ള ഹിന്ദുകുഷ് റേഞ്ച്. നമ്മുടെ ഇന്ത്യയിലേക്ക് പാമ്പനോട്ടിൽ നിന്ന് എക്സ്റ്റൻഷൻ ആണ് ട്രാൻസ് ഹിമാലയത്തിലെ ഒരു റേഞ്ച് ആയിട്ടുള്ള കാരക്കോറം. പിന്നെ സൗത്ത് താഴേക്ക് തെക്ക് ഭാഗത്തേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് സുലൈമാൻ പർവ്വത നിരകള്. ഈ സുലൈമാൻ നിര എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സുലൈമാൻ പർവ്വത നിര എവിടെയാണ്? പാകിസ്ഥാനില്. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഇന്ത്യന്റെ മാപ്പ് ഒന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയൊന്ന് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ ഈ പാമ്പൻ നോട്ടിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? കാരക്കോറം ഉത്ഭവിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന മറ്റു മൗണ്ടെയിൻസ് ഏതൊക്കെയാണ്? ഹിന്ദുകുഷ്, സുലൈമാൻ, കുൻലുൻ, ടിയാങ്ഷാങ് ഇതൊക്കെയാണ് ഉത്ഭവിക്കുന്നത്. അതില് കുൻലുൻ ഈസ്റ്റ് സൈഡിലേക്ക് ചൈന ഭാഗത്ത്, ടിയാങ്ഷാങ് ഈസ്റ്റിലേക്കാണ്, വെസ്റ്റിലേക്ക് ഹിന്ദുകുഷ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലകളിലേക്ക്, ഇനി സൗത്തിലേക്ക് സുലൈമാൻ, അതുപോലെ ഇന്ത്യയിലേക്ക് വരുന്നത് ഏതാണ്? കാരക്കോറം. ഇനി ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ലഡാക്ക് ജമ്മു കേന്ദ്രഭരണ പ്രദേശത്തു കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതായത് ഈ കാരക്കോറം, ദെൻ അതിനുശേഷം ലഡാക്ക് നിരകള്, പിന്നെ സസ്കർ നിരകള്, ഇങ്ങനെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്ക് ജമ്മു എന്നീ പ്രദേശത്തൂടെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ നിരകള് പോകുന്നത്. ഇനി ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ആവറേജ് ഹൈറ്റ്, അതായത് ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. എത്രയാണ്? 6000 മീറ്റർ. എത്രയാണ്? 6000 മീറ്റർ. മനസ്സിലായോ? എത്ര മീറ്റർ ആണ്? 6000 മീറ്റർ ആണ്. ഇത്രയും പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഇത്രയും പറഞ്ഞതിൽ എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്ന് പറഞ്ഞേ. ഓരോരുത്തരായിട്ട് പറയണം കേട്ടോ. ഞാൻ തന്നെ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞു നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് എന്താണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ ഉത്തരപർവ്വത നിര, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പിന്നെയോ തീരദേശങ്ങള്, ദ്വീപുകള്, മരുഭൂമികള്. ഇങ്ങനെ 6ആയിട്ട് NCERT ടെക്സ്റ്റ്, അതായത് 9ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് പ്രകാരം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. 6 ഭൂവിഭാഗങ്ങളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തരപർവ്വത നിര സ്ഥിതി ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാല് വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരകളാണ് ഉത്തരപർവ്വത നിരകൾ എന്ന് പറയുന്നത്. പിന്നെയോ അവരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞത്? പുരാതന കാലം മുതൽ തന്നെ വൈദേശിക ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതും, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും, വടക്ക് ഭാഗത്ത് നിന്നുള്ള, അതായത് ടിബറ്റൻ പ്ലേറ്റിൽ നിന്നൊക്കെ അവിടെ നിന്നുള്ള ശീതക്കാറ്റിനെ ശൈത്യകാലത്ത് തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഉത്തരപർവ്വത നിരയാണെന്ന് പറഞ്ഞു. പിന്നെയോ ഒരുപാട് നദികൾ, സിന്ധു, അതിന്റെ പോഷക നദിയായ സത്ലജ്, പിന്നെയോ ബ്രഹ്മപുത്ര, അതുപോലെ ഒരുപാട് നദികളുടെ ഉത്ഭവം ഉത്തരപർവ്വത നിരയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഒരുപാട് വൈവിധ്യമായിട്ടുള്ള സസ്യജാലങ്ങള് ഉത്തരപർവ്വത നിരയിലുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഉത്തരപർവ്വത നിര ഒരു ഡിഗ്രി ലെവലിൽ പറയുകയാണെങ്കിൽ 3 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലാണ്? ഒന്ന്, മൗണ്ടെയിൻ റേഞ്ചസിന്റെ ബേസിൽ, അതായത് പർവ്വത നിരകളുടെ ബേസിൽ. അത് നമ്മുടെ SCERT കൊടുത്തിട്ടുള്ളത് അത് സ്ഥിതി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൗണ്ടെയിൻ റേഞ്ചസിന്റെ ബേസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ്? ട്രാൻസ് ഹിമാലയം, അതുപോലെ തന്നെ ചെയ്യുന്നതിന്റെ ബേസിൽ 3ആമതായിട്ട് റീജിയണൽ ക്ലാസിഫിക്കേഷൻ, പ്രാദേശികമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ആദ്യം പറയുന്നത് എന്താണ്? മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അതിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യം വരുന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിലെ 3 നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി കാരക്കോറത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പാമ്പർനോട്ടിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഇതാണ് പാമ്പർനോട്ട് അഥവാ പാമീർക്കെട്ട്. അതിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്നിട്ടുള്ള ഒരു നിരയാണ് കാരക്കോറം. ഇനി പാമർനോട്ടിൽ നിന്ന് ഈസ്റ്റ് ഭാഗത്തേക്ക്, കിഴക്ക് ചൈന ഭാഗത്തേക്ക് വരുന്ന പർവ്വത നിര ഏതാണ്? കുൻലുൻ, അതുപോലെ ടിയാങ്ഷാങ്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തേക്ക് ഹിന്ദുകുഷ്, പാകിസ്ഥാന്റെ ഭാഗത്തോ സുലൈമാൻ നിരകള്.
പിന്നെ ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. മൊത്തത്തിൽ ശരാശരി എന്ന് പറയുമ്പോൾ തന്നെ ഈ 3 നിരകളുടെയും ആവറേജ് ആണ് 6000 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ നിര ഏതാണ്? കാരക്കോറത്തിന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞു. പാമീർകെട്ടിൽ കൈലാസ് നിര എന്ന് കൊടുത്തിട്ടുണ്ട്. അഥവാ കൈലാഷിലേക്കുള്ള ടിബറ്റിലേക്ക് കാരക്കോറത്തിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് കൈലാസ് നിര അഥവാ കൈലാഷ് റേഞ്ചസ് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? നമുക്കറിയാം നമ്മുടെ കാരക്കോറത്തിന്റെ ടിബറ്റിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. എങ്ങനെയാണ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത്? ഇവിടുന്ന് കാരക്കോറ ഇത് ടിബറ്റ് ആണ്. ഈ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കൈലാസ് നിര എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ കൈലാസ് നിരയില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിന്ധു നദി അതുപോലെ സത്ലജും ഒക്കെ കൈലാസ് നിരയിലെ മാനസ സരോവർ തടാകത്തിനടുത്ത് വെച്ചിട്ടാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ കൈലാസ് നിരയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? പാമീർകെട്ടിൽ നിന്ന് കാരക്കോറം വരുന്നു ഇന്ത്യയിലേക്ക്. ഈ കാരക്കോറത്തിന്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കൈലാസ് നിര അഥവാ കൈലാഷ് റേഞ്ചസ് എന്ന് പറയുന്നത്. ഈ കാരക്കോറത്തിനെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീക്ക് അഥവാ കൊടുമുടി എന്നറിയപ്പെടുന്ന മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മൗണ്ട് K2 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ്? മൗണ്ട് K2 ആണ്. മൗണ്ട് K2 ശരിക്ക് ഗിൽജിത് ബൽറ്റിസ്ഥാനിലാണ് അഥവാ പാക് അധിനിവേശ കാശ്മീരിലാണ് ശരിക്കും മൗണ്ട് K2. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്ന പർവ്വതം അല്ലെങ്കിൽ കൊടുമുടി എന്ന് പറയുമ്പോൾ മൗണ്ട് K2നെ പറയാൻ പറ്റില്ല. അത് കാഞ്ചൻജംഗയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് K2 എന്നാണ്. അതായത് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ് മൗണ്ട് K2. അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാക് അധിനിവേശ കാശ്മീരിലാണ്. ഏത് നിരയിലാണ്? കാരക്കോറത്തിലാണ്. പിന്നെ നമുക്കറിയാം ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും അതുപോലെ ലൈൻ ഓഫ് കൺട്രോൾ നമ്മുടെ ഈ സൈനികരുടെ ഒക്കെ ഇത് നമ്മുടെ ബോർഡറിന്റെ ബേസിലുള്ളതാണ്. പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിന്റെ ബേസിലുള്ളതാണ് ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബേസിലുള്ളതാണ്. ഈ ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ളതാണ് ലൈൻ ഓഫ് കൺട്രോൾ. പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ഭാഗം, ഇന്ത്യയുടെ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ പേര് എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ആ ഭാഗത്തിന്റെ പേര് ഏതാണെന്ന്? ആ സ്ഥലത്തിന്റെ പേര് പാകിസ്ഥാന് ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ള സ്ഥലത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയുമോ? വാലി. ഏതാ? ഷസ്കം വാലി. ഈ ഷസ്കം വാലി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഈ ഷസ്കം വാലിയാണ് പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പാകിസ്ഥാന് ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് ഷസ്കം വാലി. ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ശരിക്ക് പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടക്ക് വരുന്ന ഒരു സൈനിക അതിർത്തിയാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ വരുന്നതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വരുന്നത്. ഇത്രയെങ്കിലും ഓർത്തു വെക്കണം കേട്ടോ. പിന്നീട് പറഞ്ഞത് എന്താണ്? ഈ പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചൈനയ്ക്ക് ഒരു പ്രദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ഭാഗം. ഏതാണത്? ഷസ്കം വാലിയാണ്. ഇനി പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്ന മൗണ്ട് K2 എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി മൗണ്ട് K2 എന്ന് പറയുന്നത്, ഇനി മൗണ്ട് K2നെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എന്താ പറയാ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാനുണ്ട്. മൗണ്ട് K2 നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്.
എന്ന് പറഞ്ഞു. ഇനി ഈ കൊടുമുടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കൊടുമുടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 8611 മീറ്റർ ആണ്. എത്രയാണ്? 8611 മീറ്റർ ആണ്. പക്ഷേ SCERT-യിൽ 8661 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മൗണ്ട് കെ2ന്റെ ഹൈറ്റ് എത്രയാണ്? 8611 മീറ്റർ. SCERT പ്രകാരം 8661 മീറ്റർ ആണ്. അതുകൊണ്ട് ഈ 8611 8661 നിങ്ങൾ ഓർത്തു വെക്കണം. ചിലപ്പോൾ PSC ഇതിൽ ഏതെങ്കിലും ഒരു ഇത് തരികയാണെങ്കിൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരമായിരിക്കും. പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഉത്തരങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് ചിലപ്പോൾ ആൻസർ കീയിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഏതൊക്കെയാ പറഞ്ഞത്? മൗണ്ട് കെ2ന്റെ ഹൈറ്റ് 8611 മീറ്ററും SCERT പ്രകാരം 8661 മീറ്ററുമാണ് കേട്ടോ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നാ പറഞ്ഞത്? പാക് അധിനിവേശ കാശ്മീരിലാണ്, അഥവാ ഗിൽജിത് ബൽറ്റിസ്ഥാനിലാണ്. മൗണ്ട് കെ2 ദാബ്സങ് അല്ലെങ്കിൽ ലംബ പഹർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ദാബ്സങ് അല്ലെങ്കിൽ ലംബ പഹർ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ പർവ്വതങ്ങളുടെ പർവ്വതം അല്ലെങ്കിൽ പർവ്വതാരോഹരുടെ പർവ്വതം എന്നൊക്കെയാണ് മൗണ്ട് കെ2 അറിയപ്പെടുന്നത്. ഇനി ഈ മൗണ്ട് കെ2 ഒരുപാട് രാഷ്ട്രപതിമാര് പോയിട്ടുണ്ട്. സന്ദർശനം നടത്തിയിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ആദ്യമായിട്ട് മൗണ്ട് കെ2 സന്ദർശിച്ചിട്ടുള്ള പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. 2004 അദ്ദേഹം മൗണ്ട് കെ2 സന്ദർശിച്ചത്. അതിനുശേഷം 2018 നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. അദ്ദേഹമാണ് രണ്ടാമതായിട്ട് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ് കേട്ടോ പേര്, അത് സന്ദർശിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി. ആദ്യമായിട്ട് സന്ദർശിച്ചിട്ടുള്ള പ്രധാനമന്ത്രി ആരാണ്? 2004 മൻമോഹൻ സിംഗ്. 2004 മൻമോഹൻ സിംഗ്. പിന്നീട് ഓഫ് കോഴ്സ് ആരായിരിക്കും? 2014 നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സന്ദർശിച്ചിട്ടുള്ളത്. അപ്പൊ 4 ആള് സന്ദർശിച്ചു പറഞ്ഞു. നമ്മുടെ 2 പ്രസിഡന്റുമാര്, ഒന്നാമതായിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം 2004, സെക്കൻഡ് 2018 രാംനാഥ് കോവിന്ദ്. പ്രധാനമന്ത്രി 2004 2004 2005 മൻമോഹൻ സിംഗ്, അതുപോലെ 2014 നരേന്ദ്രമോദി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? പിന്നെ നമ്മുടെ ഹിന്ദുക്കുഷില് 2 ചുരങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഹിന്ദുക്കുഷ്, അതായത് നമ്മൾ പറഞ്ഞു പാമിർ നോട്ടിൽ നിന്ന് വെസ്റ്റ് ഭാഗത്തേക്ക്, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അഫ്ഗാനിസ്ഥാന്റെ ഒക്കെ ഭാഗത്തേക്ക് ഉള്ള പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. ഈ ഹിന്ദുക്കുഷില് എന്തുണ്ട്? 2 ചുരങ്ങളുണ്ട്. ഏതൊക്കെ ചുരങ്ങളാണുള്ളത്? ഖൈബർ ചുരവും അതുപോലെ ബോലാൻ ചുരവും. ഈ ബോലാൻ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്. ഏതാണ്? ബോലാൻ ചുരമാണ്. ഇന്ത്യയിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് ബോലാൻ ചുരമാണ്. അത് ഓർത്തു വെക്കണം. ഇനി ഇന്ത്യയില് നമ്മള് പറഞ്ഞു ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീടുള്ളത് സിയാച്ചിൻ ഗ്ലേഷ്യർ അഥവാ സിയാച്ചിൻ ഹിമാനി ഏത് റേഞ്ചിലാണ്, ഏത് നിരയിലാണ് ഉള്ളത്? കാരക്കോറം നിരയിലാണുള്ളത്. കാരക്കോറം നിരയിലുള്ള സിയാച്ചിൻ ഹിമാനിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. അത് ഏത് നിരയിലാണ്? കാരക്കോറം നിരയിലാണ്. ഇനി സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ ഇൻ ദ വേൾഡ്. അതായത് ധ്രുവപ്രദേശത്തല്ലാത്ത ഹിമാനികൾ തന്നെ രണ്ടാമത്തെ വലിയ ഹിമാനിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ്. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ ആണ്. പിന്നെയോ ലോകത്തെ തന്നെ ഉയരത്തിലുള്ള ഹെലിപാഡ് എന്ന് പറയുന്ന ഹെലിപാഡ് ഉള്ളതും ഈ സിയാച്ചിൻ ഹിമാനിയിലാണ്. എന്തുള്ളത്? ഹെലിപാഡ് ഉള്ളത്. അതായത് ഉയരത്തിലുള്ള ഹെലിപാഡ് ഉള്ളതും ഈ സിയാച്ചിൻ ഹിമാനിയിലാണ്. മനസ്സിലായില്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി, പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഹെലിപാഡ്, പിന്നെയോ ധ്രുവപ്രദേശത്തല്ലാത്ത ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഹിമാനി, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ ആണ്
സിയാച്ചിൻ എന്ന് പറയുന്നത്. ഇപ്പൊ 3 കാര്യങ്ങൾ കിട്ടിയില്ലേ സിയാച്ചിനെ കുറിച്ചിട്ട്? എന്തൊക്കെയാ പറഞ്ഞത്? ലോകത്തിലെ ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഈ സിയാച്ചിനിൽ തന്നെയാണ് ലോകത്തിലെ ഉയരത്തിലുള്ള ഹെലിപ്പാഡ് ഉള്ളത്. പിന്നെയോ സെക്കൻഡ് ലാർജസ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ ആണ് സിയാച്ചിൻ. സിയാച്ചിൻ ഏത് നിരയിലാണുള്ളത്? കാരക്കോറത്തിലാണ്. കാരക്കോറം നിരയിലാണ് സിയാച്ചിൻ ഉള്ളത്. ഈ സിയാച്ചിൻ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, ന്യൂബ്ര റിവർ, ന്യൂബ്ര നദി. ന്യൂബ്ര നദി എന്ത് ചെയ്യും? ഷോക്ക് നദിയായിട്ട് കൂടിച്ചേരും. ഈ ഷോക്ക് നദി എന്ന് പറയുന്നത് സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ്. ന്യൂബ്ര നദി ഷോക്ക് നദിയുമായിട്ട് കൂടിച്ചേർന്നിട്ട് സിന്ധുവിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കണം. സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ് ഷോക്ക്. ഈ ഷോക്കിലേക്ക് സിയാച്ചിൻ നിന്ന് ഉത്ഭവിക്കുന്ന ന്യൂബ്ര നദി കൂടിച്ചേരും. ഓക്കെ അല്ലേ? ഈ സിയാച്ചിന് വേറൊരു പേരുണ്ട്, തേർഡ് പോൾ ഓഫ് ഇന്ത്യ. അല്ല സോറി, ഇന്ത്യ അല്ല, വേൾഡ്. തേർഡ് പോൾ ഓഫ് വേൾഡ്. ലോകത്തിന്റെ 3-ാം ധ്രുവം എന്നറിയപ്പെടുന്നതും സിയാച്ചിൻ ആണ് കേട്ടോ. തേർഡ് പോൾ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് വേൾഡ് അല്ല, എർത്ത് ആണ് കേട്ടോ. തേർഡ് പോൾ ഓഫ് ദി എർത്ത്, ഭൂമിയിലെ 3-ാം ധ്രുവം എന്ന് പറയുന്നത് ഏതാണ്? സിയാച്ചിൻ ആണ്. ഓർത്ത് വെക്കുക. എന്താ പറഞ്ഞത്? തേർഡ് പോൾ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഏതാണ്? സിയാച്ചിൻ ആണ്. ഈ സിയാച്ചിൻ എന്ന വേർഡിന് മീനിങ് എന്താണ്? പ്ലെന്റി ഓഫ് റോസസ്. എന്താണ്? പ്ലെന്റി ഓഫ് റോസസ്, റോസാപ്പൂക്കളുടെ കൂട്ടം. അതിനെയാണ് പ്ലെന്റി ഓഫ് റോസസ് എന്ന് പറയുന്നത്, സിയാച്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ സിയാച്ചിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. എനിക്ക് ഞാൻ പറഞ്ഞത് തന്നെ ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല. ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. സിയാച്ചിൻ എന്ന് പറയുന്നത് കാരക്കോറം നിരയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപാഡ് എവിടെയാണ്? സിയാച്ചിനിലാണ്. പിന്നെ ധ്രുവപ്രദേശത്തല്ലാത്ത ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. ഈ സിയാച്ചിൻ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, ന്യൂബ്ര. ഈ ന്യൂബ്ര നദി സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള ഷോക്കിൽ കൂടിച്ചേർന്നിട്ട് പിന്നീട് ഈ ഷോക്ക് സിന്ധുവിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. പിന്നെയോ സിയാച്ചിൻ എന്ന് പറയുന്ന ഹിമാനി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണുള്ളത്? ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്താണ് സിയാച്ചിൻ ഹിമാനി ഉള്ളത്. ഇനി മൂന്നാമത്തെ, അതായത് 3-ാം ധ്രുവം, ഭൂമിയിലെ 3-ാം ധ്രുവം, തേർഡ് പോൾ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഏതാണ്? സിയാച്ചിൻ ആണ്. ഇനി സിയാച്ചിന്റെ മീനിങ് എന്താണ്? പ്ലെന്റി ഓഫ് റോസസ്. ഓക്കെ അല്ലേ? ഇനി കാരക്കോറം നിരയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു. കാരക്കോറം നദി നിരയിൽ നിന്നാണ് ഒരുപാട് നദികളുടെ ഉത്ഭവം എന്ന് പറഞ്ഞു. ഏതൊക്കെ നദികളുടെ ഉത്ഭവമാണ് കാരക്കോറത്തിൽ നിന്നുള്ളത്? ഈ കാരക്കോറത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള കൈലാസ് റേഞ്ചിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി സംസ്കൃതത്തിൽ കാരക്കോറത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്താണ്? കൃഷ്ണഗിരി. സംസ്കൃതത്തിൽ കാരക്കോറത്തെ എന്താ വിളിക്കുന്നത്? കൃഷ്ണഗിരി. എന്താ വിളിക്കുന്നത്? കൃഷ്ണഗിരി. പിന്നീട് നമ്മൾ പറഞ്ഞു ഏറ്റവും ഉയരത്തിലുള്ള ഹൈവേ ആണ് കാരക്കോറം ഹൈവേ. ലോകത്തിലെ തന്നെ ഹൈയസ്റ്റ് പേവ്ഡ് റോഡ്, അതായത് ഇങ്ങനെ പേവ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ പതിച്ചിട്ടുള്ള, ഇങ്ങനെ ശരിയാക്കിയുള്ള, കട്ട പതിച്ചിട്ടുള്ള, പേവ് ചെയ്തിട്ടുള്ള റോഡ് ഉണ്ടല്ലോ, ശരിയായുള്ള ടാർഡ് റോഡല്ല, പേവ്ഡ് റോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്. വേൾഡ്സ് ഹയസ്റ്റ് പേവ്ഡ് റോഡ് എന്ന് പറയുന്നത് കാരക്കോറം ഹൈവേ ആണ്. പാക് അധിനിവേശ കാശ്മീരിൽ പുഞ്ചറാഞ്ച് പാസ് ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും ഇന്ത്യക്ക് ഒരു ഭയമാണ് എന്നാ പറയുന്നത്. കാരണം ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ഈ എത്രത്തോളം ആക്രമണം ശക്തമാവുന്നൊക്കെ ഇന്ത്യ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാരക്കോറം ഹൈവേ എന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ മുതൽ ചൈന വരെയുള്ള ഒരു കണക്ഷൻ ആണ് ശരിക്കും കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഇനി കാരക്കോറത്തെ കുറിച്ച് പറയില്ല, ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്തിട്ട് പറയാം. കാരക്കോറം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്ത്, അതായത് ട്രാൻസ് ഹിമാലയൻ നിരയിലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കാരക്കോറം നിരകള്. അതിന്റെ ഉത്ഭവം എവിടുന്നാണ്? പാമിർ നോട്ടിൽ, ലോകത്തിന്റെ മേൽക്കൂരയായിട്ടുള്ള പാമിർ നോട്ടിൽ നിന്നാണ് കാരക്കോറം ഉത്ഭവിക്കുന്നത്. ഈ കാരക്കോറത്തേക്ക് ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കൈലാഷ് റേഞ്ച് എന്ന് പറയുന്നത്, അഥവാ കൈലാസ് നിര. ഈ കൈലാസ് നിരയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരുപാട് നദികളുടെ ഉത്ഭവം. ഏതൊക്കെയാണ്? സിന്ധുവിന്റെ പോഷക നദിയായുള്ള സത്ലജ്, അതുപോലെ ബ്രഹ്മപുത്രയൊക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലേ? ഇനി കാരക്കോറത്തിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് അറിയപ്പെടുന്നത് മൗണ്ട് K2 ആണ്, അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്.
ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കൊടുമുടി. പക്ഷേ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയല്ല മൗണ്ട് കെ2. അത് ഗിൽജിത് ബൽറ്റിസ്ഥാനിലാണ്, അതായത് പാക് അധിനിവേശ കാശ്മീരിലാണ് മൗണ്ട് കെ2. പിന്നീട് മൗണ്ട് കെ2വിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? മൗണ്ട് കെ2വിന്റെ ഹൈറ്റ് എത്രയാണ്? 8611 മീറ്റർ. SCRT പ്രകാരം 8661 മീറ്റർ ആണ് മൗണ്ട് കെ2വിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡബ്സാങ്, ലംബ പഹർ എന്നൊക്കെ മൗണ്ട് കെ2വിന് പറയാനുള്ള കാരണം പർവ്വതങ്ങളുടെ പർവ്വതം, പർവ്വതാരോഹരുടെ പർവ്വതം എന്നൊക്കെയാണ് മൗണ്ട് കെ2 അറിയപ്പെടുന്നത്. പിന്നെ മൗണ്ട് കെ2 സന്ദർശിച്ചിട്ടുള്ള 2 രാഷ്ട്രപതിമാരെ പറഞ്ഞു. ഫസ്റ്റ് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം 2004, 2018 രാംനാഥ് കോവിന്ദ്. പിന്നെ 2 പ്രധാനമന്ത്രിമാരെ പറഞ്ഞു. 2005 ഡോക്ടർ മൻമോഹൻ സിംഗ്, 2014 നരേന്ദ്രമോദി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കാരക്കോറത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹിമാനിയാണ് സിയാച്ചിൻ ഹിമാനി അഥവാ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അത് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഉയരത്തിലുള്ള ഹെലിപാഡ് സിയാച്ചിനിലാണ്. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ ആണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് പോൾ ഓഫ് എർത്ത് അല്ലെങ്കിൽ തേർഡ് പോൾ ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? സിയാച്ചിൻ ആണ്. പിന്നെ സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്ലെന്റി ഓഫ് റോസസ് എന്നാണ് അർത്ഥം. ഇനി സിയാച്ചിൻ നിന്ന് ഉത്ഭവിക്കുന്ന നൂബ്ര നദി ഏത് നദിയുമായിട്ടാണ് കൂടിച്ചേരുന്നത്? സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള ഷോക്ക് നദിയായിട്ടാണ് കൂടിച്ചേരുന്നത്. അതുകൂടെ ഓർത്തു വെക്കാം. പിന്നീട് എന്താ പറഞ്ഞത്? സംസ്കൃതത്തില് സിയാച്ചിൻ അല്ല, സോറി, കാരക്കോറത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൃഷ്ണഗിരി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു കാരക്കോറം ഹൈവേയെ കുറിച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാരക്കോറം റേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ്, കാരക്കോറത്തിന് സൗത്തിലായിട്ടുള്ള റേഞ്ച് ആണ് ലഡാക്ക് റേഞ്ച് അഥവാ ലഡാക്ക് നിരകൾ. ട്രാൻസ് ഹിമാലയത്തിലെ രണ്ടാമത്തെ നിരയാണ് ലഡാക്ക് നിര. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്തത് നോക്കാം. ലഡാക്ക് നിര എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിലെ രണ്ടാമത്തെ നിരയാണ് ലഡാക്ക് നിരകൾ എന്ന് പറയുന്നത്. ലഡാക്കിലെ നിരകൾ എന്ന് പറയുന്നത്. ഇനി ലഡാക്കിനെ എന്താ പറയുന്നത്? ലാൻഡ് ഓഫ് പാസസ് എന്നാണ് പറയുന്നത്. ചുരങ്ങളുടെ പ്രദേശം. ഒരുപാട് ചുരങ്ങളുണ്ട് ഈ ലഡാക്ക് നിരയില്. അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് പാസസ് എന്നാണ് ലഡാക്കിനെ അറിയപ്പെടുന്നത്. ചുരങ്ങളുടെ പ്രദേശം എന്നാണ് ലഡാക്കിനെ അറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക്. ഓർത്തു വെച്ചില്ലേ? ഇനി ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയാണ് ലഡാക്ക്. എന്നാൽ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ലഡാക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. മാറിപ്പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏതാണ്? ലഡാക്ക് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ലാൻഡ് ഓഫ് പാസസ് എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് ലഡാക്ക്. കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് ആണ്. ഇനി ഈ ലഡാക്കിലേക്കുള്ള ഒരു കവാടമുണ്ട്. ആ കവാടമാണ് ദ്രാസ് താഴ്വര. ദ്രാസ് താഴ്വര എന്താണ്? ലഡാക്കിലേക്കുള്ള കവാടാണ്. അത് സസ്കർ നിരയിലാണ് ഉള്ളത് കേട്ടോ. ഈ സസ്കർ നിരയിൽ ഉള്ളതാണ് ദ്രാസ് താഴ്വര. ദ്രാസ് പട്ടണം എന്ന് പറയുന്ന സസ്കർ നിരയിലാണ് ഉള്ളത്. പക്ഷെ അത് ലഡാക്കിലേക്കുള്ള കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ദ്രാസ് വാലി ഈസ് ദി ഗേറ്റ് വേ ടു ലഡാക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ സസ്കർ നിരയിലാണെന്ന് കൂടി ഓർത്തു വെക്കാം. ലഡാക്കിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് ഏതാണ്? ദ്രാസ് വാലി, ദ്രാസ് താഴ്വരയാണ്. പക്ഷെ അത് ഏത് നിരയിലാണ്? സസ്കർ നിരയിലാണ്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തേക്കുള്ള ഗേറ്റ് വേ അഥവാ കവാടം ആണ് ദ്രാസ് താഴ്വര. മറക്കില്ലല്ലോ. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ ജനവാസ മേഖലയാണ് ദ്രാസ് എന്ന് പറയുന്നത്. ദ്രാസ് പട്ടണം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് ഈ ദ്രാസ് പട്ടണത്താണ്. അവിടെയാണ് ഇൻഹാബിറ്റഡ് പീപ്പിൾ ഉള്ളത്. അതായത് ജനവാസ മേഖലയിൽ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയിട്ടുള്ള ജനവാസ മേഖല ഇന്ത്യയിൽ ഏതാണ്? ഈ ദ്രാസ് പട്ടണമാണ്.
ഇനി ഈ ലഡാക്ക് നിരക്കും സസ്കർ നിരക്കും ഇടയിലൂടെയാണ് നമ്മുടെ സിന്ധു നദി ഒഴുകുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ സിന്ധു നദി ഒഴുകുന്ന ഏത് നിരക്കിടയിലൂടെയാണ്? ലഡാക്കിനും സസ്കറിനും ഇടയിലൂടെയാണ്. ലഡാക്ക് സസ്കർ നിരകൾക്കിടയിലൂടെ സിന്ധു നദി ഒഴുകുന്നു. മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിലൂടെയൊക്കെ ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ പാകിസ്ഥാനിക്കും ഇന്ത്യയിലേക്കൊക്കെ സിന്ധു നദി വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയില് സസ്കറിനും അതുപോലെ ലഡാക്കിനും ഇടയിലൂടെ, അതായത് കേന്ദ്രഭരണ പ്രദേശമല്ല ലഡാക്ക് പറയുന്നത്, ലഡാക്ക് റേഞ്ച് ആണ് കേട്ടോ പറയുന്നത്. ഈ ലഡാക്ക് റേഞ്ചിനും സസ്കർ റേഞ്ചിനും ഇടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ലഡാക്കിലെ ലേ എന്ന പട്ടണത്തെ ചുറ്റിയിട്ടാണ് സിന്ധു നദി ഒഴുകുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ചോദ്യമുണ്ട്, ലേ എന്ന പട്ടണത്തെ ചുറ്റി ഒഴുകുന്നത് ഏത് നദിയാണ്? ഏതാണ്? സിന്ധു. ഏത് നദിയാണ്? സിന്ധു. സിന്ധു നദി ഏത് പട്ടണത്തെ ചുറ്റിയാണ് ഒഴുകുന്നത്? ലേ പട്ടണത്തില് ചുറ്റിയാണ്. ഏതൊക്കെ നിരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്? ലഡാക്ക് സസ്കർ നിരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്. ഇനി ലഡാക്ക് റേഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട ചുരമാണ് കാർത്തുങ്ല പാസ്. കാർത്തുങ്ല ചുരം ലഡാക്ക് നിരയിലെ ഒരു പ്രധാനപ്പെട്ട ചുരമാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ലഡാക്കിലെ ലേയും അതുപോലെ സിയാച്ചിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാർത്തുങ്ല ചുരം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ലഡാക്ക് നിരയെ കുറിച്ച്? ട്രാൻസ് ഹിമാലയത്തിലെ രണ്ടാമത്തെ നിരയാണ് ലഡാക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയാണ് ലഡാക്ക്. ഏറ്റവും വലുത് ഏതാ പറഞ്ഞത്? ഡെക്കാൻ പീഠഭൂമി. കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ശീത മരുഭൂമി എന്ന് പറയുന്നത് ലഡാക്ക് ആണ്. ഇനി ലഡാക്കിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് ദ്രാസ് താഴ്വരയാണ്. ഈ ദ്രാസ് താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സസ്കർ നിരയിലാണ്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തണുപ്പേറിയിട്ടുള്ള ജനവാസ മേഖലയാണ് ഈ ദ്രാസ് പട്ടണം എന്ന് പറയുന്നത്. പിന്നെ ലഡാക്ക് നിരക്കും സസ്കർ നിരക്കും ഇടയിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. ഏത് പട്ടണത്തെ ചുറ്റി? ലേ പട്ടണത്തെ ചുറ്റിയിട്ട്. പിന്നെ ലഡാക്ക് നിരയിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് കാർത്തുങ്ല പാസ്. ലേയും സിയാച്ചിനെയും ബന്ധിപ്പിക്കുന്നത് കാർത്തുങ്ല പാസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് റേഞ്ച് ആയിട്ടുള്ള, അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെ തന്നെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സദേൺ മോസ്റ്റ് ആയിട്ടുള്ള റേഞ്ച് ആണ് സസ്കർ നിര. നമ്മൾ പറഞ്ഞു ഈ സസ്കർ നിരയാണ് ഏറ്റവും തെക്ക്, ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കുള്ളതാണ് സസ്കർ നിര. സസ്കർ നിരയില് കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ പറഞ്ഞു ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്ന് പറയുന്നത് ദ്രാസ് വാലിയാണ്. ഈ ദ്രാസ് വാലി സ്ഥിതി ചെയ്യുന്നത് ശരിക്ക് സസ്കർ റേഞ്ചിലാണ്. എവിടെയാണ്? സസ്കർ നിരയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദ്രാസ് വാലി എവിടെയാണ്? സസ്കർ നിരയിലാണ്. അതായത് സസ്കറിന്റെ താഴ്വാരത്തിലാണ് ശരിക്ക് ദ്രാസ് പട്ടണം ഉള്ളത്. ഈ ദ്രാസ് പട്ടണമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയിട്ടുള്ള ജനവാസ മേഖല എന്ന് പറഞ്ഞു. പക്ഷെ അത് ലഡാക്ക് യൂണിയൻ ടെറിട്ടറിന്റെ കവാടാണെന്ന് പറഞ്ഞു. ലഡാക്ക് റേഞ്ചും ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയും തമ്മിൽ മാറിപ്പോവരുത്. ഇനി സസ്കർ നിരയിലുള്ള ഒരു പ്രധാനപ്പെട്ട ചുരമാണ് ഫോർട്ടുല പാസ്. ഫോർട്ടുല എന്ന് പറയുന്നത് സസ്കർ നിരയിലെ ഒരു പ്രധാന ചുരമാണ്. നമ്മൾ പറഞ്ഞു ഖൈബർ ചുരം അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചുരമാണ്. പിന്നെ ബോലാൻ ചുരം എന്ന് പറയുന്നത് എവിടെ, എന്താണ്? ബോലാൻ പാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള കവാടാണെന്ന് പറഞ്ഞു. കാർത്തുങ്ല ചുരം ഏത് റേഞ്ചിലാണ്? ലഡാക്ക് നിരയില് ലേയും സിയാച്ചിനെയും ബന്ധിപ്പിക്കുന്നതാണ് കാർത്തുങ്ല ചുരം. ഫോർട്ടുല എന്ന് പറഞ്ഞാല് കാർഗിലിനെയും ലേയും ബന്ധിപ്പിക്കുന്നതാണ് ഫോർട്ടുല ചുരം. നമ്മൾ ഇനി ബാക്കി ഭാഗങ്ങളിൽ ചുരങ്ങൾ പഠിക്കും. അതിൽ ഞാൻ മുഴുവനായിട്ട് ചുരങ്ങൾ ഒന്നുകൂടെ പറയാം. അപ്പൊ സസ്കർ നിരയിലെ ചുരം ഏതാണ്? ഫോർട്ടുല. ഏതൊക്കെ പ്രദേശത്തെയാണ് ബന്ധിപ്പിക്കുന്നത്? കാർഗിലിനെയും ലേനെയും ബന്ധിപ്പിക്കുന്നതാണ് ഫോർട്ടുല പാസ്. ഇനി നമുക്കറിയാം ഇന്ത്യയിലെ ദേശീയപാത 1 എന്ന് പറയുന്നത് ശ്രീനഗർ മുതൽ ലേ വരെയുള്ള താണ് ദേശീയപാത 1 എന്ന് പറയുന്നത്, NH1 എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇതില് ഒരുപാട് ചുരങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ശ്രീനഗറിന് ലേയിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ആദ്യം ശ്രീനഗറിന് കാർഗിലിലേക്ക് പോകും. ഏത് ചുരം വഴി? സോജില ചുരം വഴി. ഏത് ചുരം വഴി? സോജില ചുരം വഴി. ശ്രീനഗർ മുതൽ കാർഗിൽ വരെയുള്ള കണക്ഷൻ ആണ് സോജില പാസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കാർഗിലിന് ലേയിലേക്ക് പോകണമെങ്കിൽ ഏത് ചുരം കടക്കണം? ഫോർട്ടുല പാസ് കടക്കണം. ശേഷം ലേന്ന് സിയാച്ചിൻക്ക് പോകണമെങ്കിൽ കാർത്തുങ്ല ചുരം കടക്കണം. ചുരങ്ങളിൽ ഞാൻ വേറൊരു ഭാഗത്ത് പറയാം. നമ്മൾ പ്രാദേശികമായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ, അതായത് റീജിയണൽ ക്ലാസിഫിക്കേഷനിൽ ചുരങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ റേഞ്ചിലാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. NH1 എന്ന് പറയുന്നതും ശ്രീനഗർ മുതൽ ലേ വരെയാണ് NH1 എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം.
ഇനി ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് സോജില പാസ് ഉണ്ട്, അത് ഹിമാദ്രിയിലാണ് കേട്ടോ. ഇനി സസ്കറിലാണ് കാർഗിൽ മുതൽ ലേ വരെയുള്ള ഫോർട്ടുല പാസ് ഉള്ളത്. അതിനുശേഷം ലേ മുതൽ സിയാച്ചിൻ വരെ നമ്മൾ ഏത് നിരയിലാ പറഞ്ഞത്? ലഡാക്ക് റേഞ്ചിലാണ് കാർത്തുങ്ല പാസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മള് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ടും നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒന്ന് ഓടിച്ചിട്ട് പറയണോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് അഥവാ ഉത്തരപർവ്വത മേഖല എന്നും ഉത്തരപർവ്വത നിര എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ്. എല്ലാം ഒന്ന് തന്നെയാണ്. അത് ആദ്യം ഓർത്തിരിക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇനി മാറി പോകണ്ട. മേഖല എന്ന് കണ്ടാലും നിര എന്ന് കണ്ടാലും ഒന്ന് തന്നെയാണ്. ഇനി നമ്മുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ NCERT 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് പ്രകാരം 6 ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടൻ റേഞ്ച്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിന്, പെനിൻസുലാർ പ്ലേറ്റു, പിന്നെ കോസ്റ്റൽ പ്ലെയിൻസ്, ഐലൻഡ്സ്, പിന്നെ ഡെസേർട്സ്. ഇങ്ങനെ 6 തരംതിരിച്ചിട്ടുള്ളത്. SCERT-ൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് 6 പറഞ്ഞിട്ടില്ല, അതുകൂടെ ഓർക്കണം കേട്ടോ. പിന്നീട് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ മാത്രമായിട്ട് പറഞ്ഞു. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. ശരിക്കും പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഞാൻ ഇനി ആവർത്തിച്ചു പറയുന്നില്ല. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്? 11 സംസ്ഥാനത്തിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ 11 സംസ്ഥാനങ്ങൾ നിങ്ങൾ മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇതിൽ മാപ്പ് അത്ര ക്ലിയർ അല്ല. പിന്നീട് ഒരു ദിവസം ഞാൻ മാപ്പിൽ അത് ശരിക്കും കാണിച്ചു തരാം കേട്ടോ, മാപ്പ് എടുത്തിട്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ള 3 കാര്യങ്ങൾ ബേസിലാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ SCERT-ൽ നമ്മുടെ LDC-ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് അതിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ അഥവാ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് ഏതാണ്? ട്രാൻസ് ഹിമാലയ ആണ്. ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വടക്കുള്ള നിരകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. അതിൽ തന്നെ 3 വരുന്നുണ്ട്: കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറമാണ് ഏറ്റവും വടക്കുള്ളത്. കാരക്കോറം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പാമിർ കെട്ടിൽ നിന്ന്, ലോകത്തിന്റെ മേൽക്കൂര ആയിട്ടുള്ള പാമിർ കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പാമിർ കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പർവ്വതനിരകളൊക്കെ പറഞ്ഞു. അതായത് ഹിന്ദുക്കുഷ്, അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ ഉള്ള, പിന്നെ പാകിസ്ഥാൻക്ക് സൗത്തിക്കുള്ള സുലൈമാൻ നിരകള്, പിന്നെ കുൻലും ടിയാങ്ഷാങ് ഈസ്റ്റിലേക്ക്, പിന്നെ നമ്മുടെ കാരക്കോറം ഇന്ത്യയിലേക്ക്. കാരക്കോറത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് കൈലാഷ് റേഞ്ച് എന്ന് പറഞ്ഞു. കൈലാഷ് റേഞ്ചിൽ നിന്നാണ് ഇൻഡസ്, സത്ലജ്, അതുപോലെ ബ്രഹ്മപുത്രന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു. പിന്നെ കാരക്കോറം നിരകളെ കുറിച്ച് പറഞ്ഞു. കാരക്കോറം കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള കാശ്മീർ, ജമ്മു കാശ്മീർ പോലെ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശമാണുള്ളതെന്ന് പറഞ്ഞു. കാരക്കോറത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു എന്ന് പറഞ്ഞു. മൗണ്ട് കേറ്റു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈറ്റ് എത്ര പറഞ്ഞത്? 8661 മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി, ഹെലിപാഡ്, പിന്നെ മൂന്നാം ധ്രുവം എന്നൊക്കെ പറയുന്ന സിയാച്ചിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നൂബ്ര നദിയുടെ ഉത്ഭവം, അതൊക്കെ പറഞ്ഞില്ലേ? പിന്നെ നമ്മൾ അടുത്തത് ലഡാക്ക് നിരകൾ പറഞ്ഞു. ലഡാക്ക് നിരയിലെ ലഡാക്ക് എന്ന പ്രദേശം ഇന്ത്യയിലെ ഉയരത്തിലുള്ള പീഠഭൂമിയാണെന്ന് പറഞ്ഞു. കോൾഡ് ഡെസേർട്ട് ഇന്ത്യയിലെ കോൾഡ് ഡെസേർട്ട് ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ താഴ്വാരത്തിൽ അതിന്റെ ഗേറ്റ് വേ ആയിട്ടുള്ള ലഡാക്കിന്റെ ഗേറ്റ് വേ അഥവാ കവാട എന്ന് പറയുന്നത് ദ്രാസ് പട്ടണം ആണെന്ന് പറഞ്ഞു. ഈ ദ്രാസ് പട്ടണം ഏത് നിരയിലാണുള്ളത്? സസ്ക നിരയിലാണെന്ന് പറഞ്ഞു. പിന്നെ ലഡാക്ക് റേഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട ചുരം കാർത്തുങ്ല പാസ് ലേനെയും സിയാച്ചിനെയും ബന്ധിപ്പിക്കുന്നു. പിന്നെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? സിന്ധു. ഏതാണ്? സിന്ധു നദിയാണ്. ലഡാക്ക് നിരക്കും സസ്കറിനും ഇടയിലൂടെയാണ് സിന്ധു ഒഴുകുന്നത്. പിന്നെ സസ്കർ നിരയിൽ എന്താ പറഞ്ഞത്? ഈ ദ്രാസ് പട്ടണം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ മേഖലയാണ്. അതിലുള്ള ചുരമാണ് ഫോർട്ടുല ചുരം. ഫോർട്ടുല ചുരം കാർഗിലിനെയും ലേനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണെന്ന് പറഞ്ഞു. പിന്നെ നാഷണൽ ഹൈവേ ദേശീയപാത 1 ശ്രീനഗർ മുതൽ ലേ വരെയാണ്. ശ്രീനഗർ മുതൽ കാർഗിൽ വരെ ഏത് ചുരമാണ്? സോജില, അത് ഹിമാദ്രിയിലാണ്. പിന്നെ കാർഗിൽ മുതൽ ലേ വരെ ഫോർട്ടുല, ലേ മുതൽ സിയാച്ചിൻ വരെ കാർത്തുങ്ല പാസ്. ഇങ്ങനെ 3 നിരകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഹിമാലയത്തെ കുറിച്ച് പറയും. ഹിമാലയവും പൂർവാചലും നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. അതിന് തൊട്ടടുത്തുള്ള ക്ലാസ്സിലായിരിക്കും നമ്മൾ നദികളുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ റീജിയണൽ ക്ലാസിഫിക്കേഷനും പറയാം. അതോടുകൂടി ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ച്
എന്ന ടോപ്പിക് തീരും. മുഴുവനായിട്ട് എടുക്കാത്തത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് കണ്ടന്റ് ഉണ്ട് പഠിക്കാൻ. അതുകൊണ്ടാണ് ഒറ്റ ക്ലാസ്സിൽ എടുക്കാത്തത് 3 ക്ലാസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കുക, അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉത്തരപർവ്വതമേൽ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അവസാനം റിവിഷൻ എന്ന പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.